ഗുഡ് ഈവനിങ് ഓൾ. ഇപ്പം നമ്മള് ഇന്ന് RRB NTPC എക്സാമിന്റെ ജനറൽ സയൻസ് ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുകൊണ്ട് തന്നെ നമ്മുടെ കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും. ഇപ്പം ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ 3 സബ്ജക്ട്സ് വരുന്ന ഒരു ഭാഗമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10th സ്റ്റാൻഡേർഡ് വരെയുള്ള NCERT ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഫിസിക്സ് സെയിം ആയിട്ട് പോർഷൻസ് വരുന്നില്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പ്ലിറ്റ്സ് സൺലൈറ്റ് ഇൻ ടു 7 കളേഴ്സ്. ഇത് നമുക്കറിയാം നമ്മുടെ ഫിസിക്സ് ഭാഗത്തുള്ള ചോദ്യമാണ്. നമ്മൾ പറയുമ്പം നമ്മൾ ഓൾറെഡി റിഫ്രാക്ഷൻ ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഭാഗമാണിത്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പം നമുക്കറിയാം ഇപ്പം പറയുകയാണെങ്കിൽ ഈ 7 കളേഴ്സ് സൺലൈറ്റിനെ നമ്മൾ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസിനെ വിളിക്കുന്ന പേര് നമുക്കറിയാവുന്നതാണ്. അത് ഡിസ്പേർഷൻ എന്നാണ് പ്രോസിന്റെ പേര്, ഡിസ്പേർഷൻ. അപ്പം എങ്ങനെ സൺലൈറ്റിനെ നമുക്ക് ഡിസ്പേർഷന് വിധേയമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രിസത്തിൽ കൂടി നമ്മുടെ സൺലൈറ്റിനെ കടത്തി വിടുകയാണെങ്കിൽ ഇത് സ്പ്ലിറ്റ് ആവും, 7 കളേഴ്സ് സ്പ്ലിറ്റ് ആവും. അപ്പൊ നമുക്കറിയാം കളർ സ്പ്ലിറ്റ് ആവുന്ന പോർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളർ ഏറ്റവും മുകളിലും അതുപോലെ തന്നെ വയലറ്റ് കളർ ഏറ്റവും താഴെയായിട്ട് വരുന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഓക്കെ, ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. ഓക്കെ, അപ്പം ഓൾറെഡി നമുക്ക് ആൻസർ ഇപ്പൊ ലഭിച്ചു. സൺലൈറ്റിനെ 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഏതിൽ കൂടിയാന്ന് ചോദിച്ചാൽ പ്രിസത്തിൽ കൂടിയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം കുറെ കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഇതിനകത്ത് നമുക്കറിയാം ഏറ്റവും മുകളിൽ ഉണ്ടാകുന്ന കളർ റെഡും ഏറ്റവും താഴെ ഉണ്ടാവുന്നത് വയലറ്റ് കളറുമാണ്. ഓക്കെ, അപ്പം ഈ റെഡ് കളർ മുകളിൽ വരുന്നതിന് കാരണം നമുക്കറിയാം ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, റെഡ് കളറിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചു മാത്രമേ ഡീവിയേഷൻ സംഭവിക്കത്തുള്ളൂ. വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഡീവിയേഷൻ ചെറുതായിരിക്കും. എന്നാൽ വയലറ്റ് കളറിന് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്നതിന് കാരണം വയലറ്റിന്റെ വേവ് ലെങ്ത് കുറവാണ്, അപ്പൊ ഡീവിയേഷൻ കൂടുതലാവും. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഏതാണ് നമ്മൾ ഈ സൺലൈറ്റിനെ പ്രിസത്തിൽ കൂടി കടത്തി വിടുമ്പോൾ ഡിസ്പേർഷൻ ഫിനോമിന എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകുമ്പോൾ ഏതാണ് കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, ഏതാണ് കുറവ് വേവ് ലെങ്ത്? അല്ല മറ്റൊരു രീതി ചോദിക്കാം, ഏതിനാണ് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്നത്, ഏതിനാണ് കുറവ് ഡീവിയേഷൻ ഉണ്ടാവും ചോദിക്കാം. ഓർത്തോണം, റെഡിനാണ് എപ്പോഴും കുറവ് ഡീവിയേഷൻ ഉണ്ടാവുന്നത്, വയലറ്റിന് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവും. ഇത് കൂടാതെ അവിടെ തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സൺലൈറ്റ് സിംഗിൾ കളറായിട്ട് ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ആ പ്രോസസിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിങ് എന്ന് പറയും. ഓക്കെ, കൂടാതെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ റിഫ്രാക്ഷൻ എന്ന പ്രോസസ് ഉണ്ട്. റിഫ്രാക്ഷൻ, ലൈറ്റിന്റെ റിഫ്രാക്ഷൻ പ്രോസസ് ഉണ്ട്. റിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ ബെൻഡിങ് പ്രോസസിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസസിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്രാക്ഷൻ കാരണമാണ് നമ്മൾ മരീചിക, ഇംഗ്ലീഷിൽ പറയുമ്പോൾ മിറാഷ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ദൂര സ്ഥലങ്ങളിൽ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ ദൂരെ നമ്മൾ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ പ്രോസസ്സിന് മിറാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുണ്ടാകുന്ന കാരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ പ്രോസസ് ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്ന ഭാഗമാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണെന്ന് ചോദിച്ചാൽ പ്രോസസ് ഡിസ്പേർഷൻ ആണ്, അത് ഉണ്ടാവുന്നത് പ്രിസത്തിലാണ്. ഓക്കെ, പിന്നെ ചോദ്യത്തിൽ ഓപ്ഷൻസ് കിടക്കുന്ന കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇനിയും വരുന്ന സ്ലൈഡ്സിൽ കൂടുതലായിട്ട് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറേഴ്സ് ഓൾവേസ് ഫോംസ് വിർച്വൽ ആൻഡ് ഡിറക്റ്റ് ഇമേജ്. നല്ലൊരു ചോദ്യമാണ്. ഇതും ഫിസിക്സിൽ നിന്നാണ്. ആദ്യത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആണ്. അപ്പം നമുക്കറിയാം നമ്മൾ NCERT ഫിസിക്സ് ടോപ്പിക്സിൽ വരുന്നതാണ് മിറർ ആൻഡ് ലെൻസ്, മിറേഴ്സ് ആൻഡ് ലെൻസ്. അതിനകത്തെ ഭാഗമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് മിറർ പറയുവാണെങ്കിൽ 2 തരം മിറർ ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ഫെറിക്കൽ മിറർ ആണ്, സ്ഫെറിക്കൽ മിറർ. ഓക്കെ, ഈ സ്ഫെറിക്കൽ മിറർ തന്നെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ പേര് കോൺകേവ് മിറർ എന്നും രണ്ടിന്റെ കോൺവെക്സ് മിറർ എന്നുമാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്ലെയിൻ മിറർ ആണ്, പ്ലെയിൻ മിറർ. ഓക്കെ, പ്ലെയിൻ മിറർ, ഈ 3 മിററിന്റെ ഭാഗത്തും നമുക്ക് എപ്പോഴും ഈ RRBക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം കോൺകേവ് ലെൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ കോൺകേവ് ലെൻസ് ഏകദേശം നമുക്ക് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കേവ് ഫോമിൽ ഇരിക്കുന്നതാണ് കോൺകേവ്. കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇങ്ങനെയാണ് അതിരിക്കുന്നത്. ഓക്കെ, അപ്പം കോൺകേവ് ലെൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ
ഈ കോൺകേവ് ലെൻസിൽ എപ്പോഴും ഇമേജ് എന്ന് പറയുന്നത്, കോൺകേവ് ലെൻസിലെ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓർത്തോണം, എപ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻസ് മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോർച്ചസിൽ ഉപയോഗിക്കുന്ന കോൺകേവ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ദെൻ മൂവി പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. പിന്നെ നമ്മുടെ വെഹിക്കിൾസിന്റെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, അപ്പം കോൺകേവ് ലെൻസിന്റെ ഫീച്ചർ പറയുകയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻസ് ഓർത്തിരിക്കും. ഓക്കെ, ദെൻ കോൺവെക്സ് ലെൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ കോൺവെക്സ് ലെൻസിലെ ഇമേജിന്റെ പ്രത്യേകത, അവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. മറ്റേടത്ത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, ഇവിടെ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് എപ്പോഴും കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്നത്. കൂടാതെ ഇതിന്റെ സൈസ്, ഈ ഇമേജിന്റെ സൈസ് എപ്പോഴും ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് സൈസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവാറുള്ളത്. ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ, മെയിൻ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ വെഹിക്കിൾസിനകത്തെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. റിയർ വ്യൂ മിറർ, നമ്മുടെ വെഹിക്കിൾസിലെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ പ്ലെയിൻ മിറർ, മൂന്നാമത്തെ പാർട്ടായിരുന്നു പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിന് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. പറയുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറയുന്നതും ഈ പറയുന്ന കൂട്ട് തന്നെ കോൺവെക്സ് കൂട്ട് തന്നെ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് എപ്പോഴും ഫോം ചെയ്യുന്നത്. കൂടാതെ ഈ പ്ലെയിൻ മിററുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒബ്ജക്റ്റിന്റെ സൈസിലുള്ള അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്നത്. ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം ആയിരിക്കും പ്ലെയിൻ മിറർ. അപ്പൊ നമ്മുടെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറേഴ്സ് ഓൾവേസ് ഫോം വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് എന്നാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നോക്കുമ്പോൾ കോൺവെക്സ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ വിർച്വൽ ആണ്. എന്നാൽ ഇവിടെ പ്ലെയിൻ മിറർ നമുക്ക് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ വരുന്നത് ബോത്ത് എ ആൻഡ് ബി, വിച്ച് ഈസ് കോൺവെക്സ് മിറർ ആൻഡ് പ്ലെയിൻ മിറർ. നല്ലൊരു ചോദ്യമാണ്, കുറേയേറെ കാര്യങ്ങൾ അവിടെ പറയാനുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3. The nature of the image produced by the side mirror of an automobile is, ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ ഭാഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മിറേഴ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, 3 മിറർ ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 മിററിന്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചാണ് ഓട്ടോമൊബൈൽ സൈഡ് മിറർ തന്നെയാണ് റിയർ വ്യൂ മിറർ എന്ന് പറയും. റിയർ വ്യൂ മിറർ ആണ് ചോദ്യം. അപ്പൊ റിയർ വ്യൂ മിററിൽ എപ്പോഴും ഉപയോഗിക്കും, നമ്മൾ പറഞ്ഞായിരുന്നു, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന കോൺവെക്സ് ലെൻസ് ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പം തൊട്ട് മുമ്പിൽ പറഞ്ഞ പോർഷൻസ് ഇത് എപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ വാഹനങ്ങളിലെ സൈഡ് മിററിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അത് എപ്പോഴും കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കണം. അതിന്റെ കൂടെ ഫീച്ചേഴ്സ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്നത്. ഓക്കെ, then next question, how will the light rays passing from air into a glass prism bend? അതായത് എയറിൽ നിന്നും ഗ്ലാസിലേക്ക് പോകുന്ന നമ്മുടെ ലൈറ്റ് റേസിന് സംഭവിക്കുന്ന എന്തെന്നാണ് ചോദ്യം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NCERT-യുടെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ളതാണ്. കൂടാതെ റിഫ്രാക്ഷൻ ഫിനോമിന എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ ബെൻഡിങ്, ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ എപ്പോഴും 2 മീഡിയം കാണും. ഓക്കെ, ഒന്ന് റെയറർ മീഡിയവും ഒന്ന് ഡെൻസർ മീഡിയവും ആയിരിക്കും. ഓക്കെ, ഈ റെയറർ മീഡിയം എന്ന് പറഞ്ഞ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തെ വിളിക്കുന്ന പേരാണ് റെയറർ മീഡിയം. ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തെ വിളിക്കുന്ന പേരാണ് ഡെൻസർ മീഡിയം. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിൽ ലൈറ്റ്, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ലൈറ്റ് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടൊരു നോർമൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പം ലൈറ്റ് റേസ് ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും, ഇപ്പൊ നമ്മൾ റെയർ മീഡിയം മുകളിലാണ്, ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ലൈറ്റിന്റെ ബെൻഡിങ് നടക്കുന്നത് ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, ടുവേർഡ്സ് നോർമൽ. ഓക്കെ, എന്നാൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ്
ഫോളോ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഈ പറയുന്ന ലൈറ്റിന്റെ ബെൻഡിങ് എവേ ഫ്രം നോർമൽ ആയിരിക്കും. എവേ ഫ്രം നോർമൽ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ കാണിച്ചത്. നമ്മളപ്പം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏതാണ് റെയറർ മീഡിയം. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം ഏതാണെന്ന് മനസ്സിലാക്കണം. റെയറർ മീഡിയത്തിൽ ഡെൻസിറ്റി കൂടിയ ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ അതെപ്പോഴും നോർമലിന് അടുത്തേക്ക് ബെൻഡ് ചെയ്യുകയും ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നോർമലിൽ നിന്നും പുറത്തേക്ക് എവേ ഫ്രം നോർമലായിട്ട് ബെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് കേൾക്കണം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ട് മീഡിയം ഉണ്ട്. ഒരു മീഡിയം എയർ ആണ്, ഓക്കെ. രണ്ടാമത്തെ മീഡിയം ഗ്ലാസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോർമൽ വരച്ചിട്ട് ഇങ്ങനെ നോർമൽ വരച്ചിട്ടു. ദെൻ എയർ, നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം എയറിന്റെ ഡെൻസിറ്റി ആണോ ഗ്ലാസ് ഡെൻസിറ്റി ആണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഗ്ലാസിന്റെ ഡെൻസിറ്റി ആണ് കൂടുതൽ, എയറിന്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പം ഇവിടെ റെയർ മീഡിയം എയറും ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസുമായി മാറും. ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. അപ്പം റെയറിൽ നിന്നും ഡെൻസറിലേക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരാൻ പോകുന്നത് നോക്കണം. ടുവേർഡ്സ് നോർമൽ ഉണ്ട്, എവേ ഫ്രം നോർമൽ ഉണ്ട്. ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. സ്വാഭാവികമായിട്ടും ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. കാരണം എന്തുവെന്ന്, റെയറിൽ നിന്നും ഡെൻസറിലേക്കാണ്. അപ്പം കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് പോകുമ്പോൾ ഇത് നോർമൽ അടുത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അഥവാ നേരെ തിരിച്ച് ഇവിടെ ഡെൻസറും ഇവിടെ റെയറും ആയിരുന്നെങ്കിൽ ഈ വരുന്ന ലൈറ്റ് റേ വരികയാണ്. ഈ ലൈറ്റ് റേ വരികയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് റിഫ്രാക്ഷൻ പ്രോസസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് റിഫ്രാക്ഷന്റെ ഭാഗം നമ്മൾ ചോദിക്കുകയാണ്. എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് റിഫ്രാക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഡിയം അനുസരിച്ചാണ്. ഒരു മീഡിയത്തിൽ, രണ്ട് മീഡിയത്തിൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണ് റെയർ മീഡിയം, ഏതാണ് ഡെൻസർ മീഡിയം എന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The correct relation between U, V and F for a spherical mirror is. ഇപ്പം ചോദ്യം സ്പെറിക്കൽ മിററിനെ കുറിച്ച്. സ്പെറിക്കൽ മിറർ എന്ന് കാണുമ്പോൾ നമ്മൾ ഞെട്ടരുത്. സ്പെറിക്കൽ മിറർ മെയിൻ ആയിട്ട് രണ്ട് മിറർ ഉണ്ട്. ഒന്ന് കോൺകേവും ഉണ്ട്, ഒന്ന് കോൺവെക്സും ഉണ്ട്. ഓക്കെ, അപ്പം ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ സ്പെറിക്കൽ മിറർ മാത്രം പറയുവാണെങ്കിൽ നമ്മുടെ ചോദ്യം കോൺകേവ് മിററിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ യു വി ആൻഡ് എഫ് ഫോർ എക്സ്. അപ്പൊ നമുക്കറിയണം എന്താണ് യു, എന്താണ് വി, എന്താണ് എഫ്. ഈ കാര്യം അറിയാമെങ്കിൽ മാത്രമേ ഈ ഭാഗം ചോദ്യം ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഒരു സ്പെറിക്കൽ മിറർ വരച്ച് കാണിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺകേവ് മിറർ വരച്ച് കാണിക്കുന്നത് ഇങ്ങനെയാണ് കോൺകേവ് മിറർ ഇരിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിന്റെ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോൾ എന്ന് വിളിക്കും. ദെൻ ഇതൊരു സി, ഒരു സെന്റർ ആയിരിക്കും, അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ദെൻ ഈ പോളിനും സിക്കും ഇടയ്ക്കായിട്ടുള്ള പോയിന്റ് ആണ് എഫ്, ഫോക്കസ്. ഓക്കെ, അപ്പൊ നമ്മള് ഒബ്ജക്ട് എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഒബ്ജക്ട് എപ്പോഴും ഈ ഭാഗത്താണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഒബ്ജക്ട് നമ്മളിത് വെക്കുന്നത് ഇങ്ങനെ ഒബ്ജക്ട് വെച്ച്, ഇതാണ് ഒബ്ജക്ട്. ഓക്കെ, ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞ് ഒബ്ജക്ട് തൊട്ട് നമ്മുടെ മിറർ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. ഒബ്ജക്ട് തൊട്ട് മിറർ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. ഒബ്ജക്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഉറപ്പായിട്ട് ഇമേജ് ഫോം ചെയ്യും. ഇമേജ് ഇപ്പം ഇങ്ങനെയാണ് ഇമേജ് താഴെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമേജ് തൊട്ട് മിറർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ യു എന്താണ്, വി എന്താന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കണം. ഓക്കെ, ദെൻ ഈ എഫ് എന്ന് പറയുന്നത് നമ്മുടെ മിറർ തൊട്ട് എഫ് ഫോക്കസ് വരെയുള്ള ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണല്ലോ. നമ്മുടെ ചോദ്യം താഴെ തന്നിരിക്കുന്നതില് സ്പെറിക്കൽ അല്ലെങ്കിൽ കോൺകേവ് മിററില് യുവും വിയും എഫും തമ്മിലുള്ള റിലേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. ആ ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത് 1/f is equal to 1/u plus 1/v എന്നാണ്. ഓക്കെ, ഇതാണ് ഇതിനെ വിളിക്കുന്നത് മിറർ ഫോർമുല എന്നൊക്കെ വിളിക്കാറുണ്ട്. മിറർ ഫോർമുല എപ്പോഴും ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. 1/f is equal to 1/u plus 1/v. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ എഴുതാറുണ്ട് f is equal to uv by u plus v എന്നും കാണിക്കാറുണ്ട്. രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്. മുകളിലത്തെ ഇക്വേഷനെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ താഴെ കാണിച്ച ഇക്വേഷൻ. അപ്പം നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് നോക്കുമ്പം ഇത് വരത്തില്ല. ദെൻ ഇവിടെ 1/u plus 1/v, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, കറക്റ്റ് ആണ്. ഇതാണ് മിറർ ഇക്വേഷൻ. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഫിസിക്സിലെ മിററിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ കോൺകേവ് മിററാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് പൊസിഷൻ ഓഫ് ഒബ്ജക്ട്, പൊസിഷൻ ഓഫ് ഇമേജ്
സൈസ് ഓഫ് ഇമേജ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ കോൺകേവ് മിറർ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷനും ഇമേജ് ഉണ്ടാവുന്ന പൊസിഷനും ഇമേജിന്റെ സൈസും തമ്മിലുള്ള റിലേഷൻ താഴെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഏതാണ് നോട്ട് കറക്റ്റ് ഫോർ കോൺകേവ് മിറർ? എന്താണ് നോട്ട് കറക്റ്റ് ആണ്? പോയിന്റ് മനസ്സിലാക്കണം. കറക്റ്റ് ആയിട്ട് പറയാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതിന്റെ ഒരു കോൺകേവ് മിറർ എടുക്കും. ഒരു കോൺകേവ് മിററിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എന്ന കാര്യം പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. നമുക്കൊരു കോൺകേവ് മിറർ വരയ്ക്കാൻ നമുക്കറിയാം. കോൺകേവ് മിറർ നമ്മൾ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു കോൺകേവ് മിറർ കാണിക്കുന്നു. ഓക്കെ, കോൺകേവ് മിറർ. ദെൻ അതിനൊരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവും. എപ്പോഴും വരച്ചു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ദെൻ ഇവിടെയാണ് അതിന്റെ പോള്. ദെൻ ഇതാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. ഈ പോളിനും സിക്കും ഇടയ്ക്ക് വരുന്ന പോയിന്റ് ആണ് എഫ്. ക്ലിയർ ആണ്? ഓക്കെ, ദെൻ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ നോക്കുമ്പോൾ വളരെ വലുതായിട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇത് ഒറ്റയടിക്കും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യണം. അപ്പൊ അതിനുള്ള രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അപ്പൊ കാണാതെ പഠിക്കാനൊന്നും പോകണ്ട. നമുക്ക് ഒബ്ജക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 സ്ഥലങ്ങളിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഒബ്ജക്ട് 5 സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒബ്ജക്ട് നമ്മൾ പഠിക്കുന്ന കാലത്തും ഒബ്ജക്ട് ആദ്യം പ്ലേസ് ചെയ്യുന്നത് അങ്ങ് ദൂരെ അറ്റ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഒബ്ജക്ട് ഇതാ അറ്റ് ഇൻഫിനിറ്റി നമ്മൾ വെക്കുകയാണ്. ഇതാണ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഒബ്ജക്ട് വെക്കുന്ന ഓരോ ഭാഗമാണ്. അപ്പൊ ഞാൻ ഈ ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റ് ഞാൻ കാണിക്കുന്നത് എ എന്ന് കാണിക്കുന്നു. എ. ഓക്കെ, ദെൻ ഒബ്ജക്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് സി, സിക്ക് അപ്പുറം. ഓക്കെ, ഇവിടെ ഒബ്ജക്ട് വെക്കാം. അതിനെ ഞാൻ പോയിന്റിനെ ബി എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്ട് എനിക്ക് വെക്കാൻ പറ്റുന്ന അറ്റ് സി, സെന്റർ ഓഫ് കർവേച്ചറിൽ വേണം ഒബ്ജക്ട് വെക്കാം. ഇവിടെ വേണം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ഒബ്ജക്ട് വെക്കാൻ പറ്റുന്നത് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിനും ഇടയ്ക്ക്. ഇതാ ഞാനപ്പം ഈ ബി കഴിഞ്ഞുള്ള പോയിന്റ് സി എന്ന് കൊടുക്കുവാണ്. സിക്കും എഫിനും ഇടയ്ക്കുള്ള പോയിന്റ് ആണ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അതിനെ ഞാൻ ഡി എന്ന് കാണിക്കും. ഓക്കെ, ദെൻ അടുത്ത് എനിക്ക് ഒബ്ജക്ട് വെക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് അറ്റ് എഫ്. എഫ് എന്ന് പറയുമ്പോൾ നേരെ മുകളിലായിട്ട് ഇതാ കാണിച്ചു. അപ്പൊ നമ്മൾ ഒബ്ജക്ട് 3 വെച്ചു, സോറി 5 വെച്ചു. അറ്റ് ഇൻഫിനിറ്റി എ ആണ്, ബിയോണ്ട് സി ബി ആണ്, ദെൻ അറ്റ് സി സി ആണ്, ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഡി ആണ്, ദെൻ അറ്റ് എഫ് ഇ കാണിച്ചു. അപ്പൊ ഒബ്ജക്ട് നമ്മൾ ഇവിടെ ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുവാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്? ഇതൊരു കോൺകേവ് മിറർ ആണ്. ഇമേജ് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതേ കൂട്ടന് താഴെയും പോയിന്റ് മാർക്ക് ചെയ്യുക. എക്ക് താഴെ, ബിക്ക് താഴെ, സിക്ക് താഴെ, ഡിക്ക് താഴെ, ഇക്ക് താഴെ. ഓക്കെ, ചിലപ്പോ അവിടെ എങ്ങനെയായിട്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ പോയിന്റ് മാർക്ക് ചെയ്തതിനു ശേഷം ദാ ഈ സൈഡ് തൊട്ട് അങ്ങേയറ്റം വരെ ഇവിടെ എ ബി സി ഡി കൊടുത്തെങ്കിൽ നേരെ തിരിച്ചെഴുതുക. ഇവിടെ എ ഡാഷ്, ഇവിടെ ബി ഡാഷ്, ഇവിടെ സി ഡാഷ്, ഇവിടെ ഡി ഡാഷ്, ഇവിടെ ഇ ഡാഷ്. ഇങ്ങനെ നമ്മൾ പോയിന്റ്സ് കാണിച്ചു. ഓക്കെ, അപ്പം പോയിന്റ്സ് കാണിക്കുമ്പോൾ നമ്മളെ മുകളിൽ എ ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒബ്ജക്ട് എയിൽ വെക്കുമ്പോൾ എനിക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് ഈ കാണുന്ന എ ഡാഷിലായിരിക്കും. എയുടെ ഇമേജിനെയാണ് ഞാൻ എ ഡാഷിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി അറ്റ് ഇൻഫിനിറ്റിയിൽ ഞാൻ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ എനിക്ക് ഇമേജ് കിട്ടുന്നത് അറ്റ് എഫിലായിരിക്കും. സിമ്പിൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ വിച്ച് മീൻസ് ബിയോണ്ട് സി എന്ന് പറയുന്ന പോയിന്റ് ആണ് ബി. ഓക്കെയാണ്, ബിയോണ്ട് സി, സിക്ക് അപ്പുറം. ഓക്കെ, അവിടെ വെക്കുമ്പോൾ എനിക്ക് ഒബ്ജക്റ്റ് കിട്ടുന്നത് ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് നോക്കണം. അതെവിടാണ്? ഈ കാണുന്നതാണ് ബി ഡാഷ്. കണ്ടോ? ഓക്കെ, അതെവിടെയാണ്? സിക്കും എഫിനും ഇടയ്ക്കാണ്. അപ്പം ഞാൻ ബിയോണ്ട് സി ആണ് എന്റെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇമേജ് കിട്ടുന്നത് എപ്പോഴും ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയിരിക്കും. അല്ലെ? ശരിയല്ലേ? സിക്കും എഫിനും ഇടയ്ക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ മൂന്നാമത്തെ നോക്കുവാണ്. എന്റെ ഒബ്ജക്റ്റ് ഞാൻ വെക്കുന്നത് അറ്റ് സി ആണെങ്കിൽ, അറ്റ് സി. ഓക്കെ, അറ്റ് സി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒബ്ജക്ട് നോക്കണം. ഒബ്ജക്ട് സിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇമേജ് കിട്ടുന്നത് എവിടെ നോക്കണം? സി ഡാഷ് ആണ്. എന്റെ സിയുടെ ഇമേജ് എപ്പോഴും സി ഡാഷ്. ഓക്കെ, അപ്പൊ നോക്കിയപ്പോ അത് എവിടെ തന്നെയാണ്? അതും സിയിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അറ്റ് സിയിൽ ഒബ്ജക്ട് വെച്ചാൽ എനിക്ക് ഇമേജ് കിട്ടുന്നതും അറ്റ് സിയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ്. ആ ഡി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? സിക്കും എഫിനും ഇടയ്ക്ക്, വിച്ച് മീൻസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയ്ക്കാണ് ഞാൻ ഒബ്ജക്ട് വെക്കുന്നതെങ്കിൽ അത് ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഡി ഡാഷ് എവിടെ ഉണ്ടാകുമെന്ന് ഞാൻ നോക്കണം. ഓക്കെ, ഡി ഡാഷ് അപ്പം നോക്കണം. ഡി ഇതാണെങ്കിൽ ഡി ഡാഷ് ഇവിടെയാണ് അല്ലേ? അപ്പൊ ഡി ഡാഷ് എവിടെ ഉണ്ടാകുന്നത്? ബിയോണ്ട് സി ആണ്. ശരിയല്ലേ? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ബിയോണ്ട് സി ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അറ്റ് എഫിലാണെങ്കിൽ ഇ ഡാഷ് എവിടെ ഉണ്ടാവും? ഇ ഡാഷ് ഇവിടെയാണ്. അതെവിടെയാണ്? അപ്പോൾ അറ്റ് എഫിലാണ് ഞാൻ ഒബ്ജക്റ്റ് വെച്ചിരുന്നതെങ്കിൽ എനിക്ക് ഇമേജ് കിട്ടുന്നത്
അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ഈ ഒരു റൂള് അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ പഠിച്ചിരിക്കണം. ഏത് വേണമെങ്കിലും ഉറപ്പായിട്ടും RRBക്ക് ചോദിക്കുന്ന ചോദ്യമാണിത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് പൊസിഷൻ നമുക്ക് നോക്കാം. അറ്റ് എഫിൽ വെക്കുമ്പോൾ അറ്റ് എഫിൽ വെക്കുമ്പോൾ ഇൻഫിനിറ്റിയിലാണ് കിട്ടുന്നത്, ശരിയല്ലേ? പൊസിഷൻ ഓഫ് ഇമേജ് ഇൻഫിനിറ്റി. അപ്പം അറ്റ് എഫിൽ ശരി, അറ്റ് ഇൻഫിനിറ്റി കിട്ടും. അത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. നോക്കൂ, ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ വരുമ്പോൾ നീ കിട്ടുന്നത് ബിയോണ്ട് സി ആണ്. ശരിയാണ്, ബിയോണ്ട് സി ആണ്. അത് എൻലാർജ് ഇമേജ്, അപ്പം അതും കറക്റ്റ് ആണ്. ദെൻ അടുത്തത് ബിയോണ്ട് സി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബിയോണ്ട് സി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ബിയോണ്ട് സി ആണെങ്കിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് സി അല്ലെങ്കിൽ സി ആൻഡ് എഫ്, ശരിയാണ്, ഇതും ശരിയാണ്. ഡിമിനിഷ്ഡ് ആയിരിക്കും, ഈ ഓപ്ഷനും ശരിയാണ്. ഓക്കെ, അറ്റ് ഇൻഫിനിറ്റി ഇരിക്കുമ്പോൾ എനിക്ക് എന്ത് ഇമേജ് ഫോം ചെയ്യുന്നത് അറ്റ് സി എന്ന് പറയുന്നത് തെറ്റാണ്. ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അറ്റ് എഫ് ആണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് ആണ്. നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അറ്റ് ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇമേജ് ഫോം ചെയ്തത് അറ്റ് എഫിലായിരിക്കും. ഇതിലെ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ഇതാണ്. ഇത് വരയ്ക്കുക, നമ്മൾ സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യുക, ഓരോന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 6th ക്വസ്റ്റ്യൻ ഉണ്ട് ശരിക്കും ഒബ്ജക്റ്റ് വെക്കാനായിട്ട്. ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് പറയും. എഫിനും പിക്കും ഇടയ്ക്കായിട്ട് നമുക്ക് വേണം ഒബ്ജക്റ്റ് വെക്കാം. എഫിനും പിക്കും ഇടയ്ക്ക്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. അങ്ങനെ വെക്കുമ്പോൾ ഓർത്തിരുന്നോണം, എപ്പോഴും നമുക്ക് ഇമേജ് ഉണ്ടാവുന്നത് മിററിന് പുറകിലായിട്ടായിരിക്കും. ഇമേജ് എപ്പോഴും മിററിന് പുറകിലായിട്ട് മാത്രമേ നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിച്ചു. അപ്പം ഇതാണ് കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം, ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മോണിറ്റേഴ്സ് യൂസ് LED ഡിവൈസ്. വാട്ട് ഡസ് LED സ്റ്റാൻഡ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ തെറ്റാണ്. ലൈറ്റ് എമേർഷൻ ഡിസ്പ്ലേ ഒന്നുമല്ല. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ വിളിക്കുന്ന പേരാണ് LED എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യമാണ്, അത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. ഹു കോയിൻഡ് ദ വേർഡ് ആറ്റം? കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ആറ്റം എന്ന് പറയുന്ന വേർഡ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ആറ്റത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇലക്ട്രോൺസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. ആറ്റത്തിലെ ഇലക്ട്രോൺസ് വെച്ച് മേടിയിരിക്കുന്ന സാധനമാണ് ആറ്റം എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് മാത്രമല്ല, ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺ. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആറ്റം ഉണ്ടാകുന്നത്. ആറ്റത്തിലെ ഏതൊക്കെയാണ് കണികൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ആറ്റം എന്ന് പറയുന്ന വേർഡ് ഡിസ്കവർ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡെമോക്രിറ്റസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഡെമോക്രിറ്റസ്. ഓക്കെ, അത് ഓപ്ഷനിലുണ്ട്, ഡെമോക്രിറ്റസ്. അപ്പം ആറ്റം വേർഡ് ആരാണ് കണ്ടുപിടിച്ചത്? ഡെമോക്രിറ്റസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ആറ്റം തിയറി ഉണ്ട്. ആറ്റം മാത്രമല്ല, ആറ്റം തിയറി ഉണ്ട്. ആറ്റം തിയറി കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജോൺ ഡാൾട്ടൺ. ചോദ്യം മാറി മാറി ചോദിക്കാം. ആറ്റം തിയറി ചോദിക്കുമ്പോൾ അത് ജോൺ ഡാൾട്ടണിലേക്കും, ആറ്റം ചോദിക്കുമ്പോൾ അത് ഡെമോക്രിറ്റസിലേക്കും. ഓക്കെ, കൂടാതെ ഈ നമ്മൾ പറയുമ്പം, കെമിസ്ട്രി പറയുമ്പം ആറ്റമാണ് ഏറ്റവും ചെറുത് അല്ലെ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ചെറിയത് എന്താ ചോദിച്ചാൽ അത് ആറ്റമാണ്. എന്നാൽ ആറ്റത്തെക്കാട്ടിലും ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വാർക്ക് എന്ന് വിളിക്കും. ആറ്റത്തെക്കാളും ചെറുതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ക്വാർക്ക് എന്ന് പറയുന്നത്. ഈ ക്വാർക്ക് കണ്ടുപിടിച്ച ആള് ശരിക്കും മീൻസ് ഗൾമാൻ ആണ് ഈ ക്വാർക്ക് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഈ നമുക്ക് ചോദ്യം ചോദിക്കുന്നത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ചോദ്യമാണ്. ഏറ്റവും സ്മോളസ്റ്റ് പോർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ആറ്റമാണ്. ആറ്റത്തെക്കാട്ടിലും സ്മോളസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കാർബൺ. ഓക്കെ, അതിനകത്ത് ഈ ആറ്റം ന്യൂക്ലിയസിനകത്ത് നമുക്കറിയാം, ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ഈ ആറ്റം ന്യൂക്ലിയസ് ആരാണ് കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ഞാൻ ജസ്റ്റ് സാധനങ്ങൾ മാറാതിരിക്കാൻ വേണ്ടി ഓരോന്നും കണ്ടുപിടിച്ച് പറഞ്ഞു. ആറ്റം ഡെമോക്രിറ്റസ് ആണ്, ആറ്റം തിയറി ജോൺ ഡാൾട്ടൺ ആണ്,
അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ഓക്കെ, കൂടാതെ ആറ്റത്തെക്കാളും ചെറിയ കണയാണ് ഈ പറയുന്ന ക്വാർക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗെൽമാൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. ആറ്റം കണ്ടുപിടിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഡെമോക്രിറ്റസ് ആണ്. ആ ടേം ഡെമോക്രിറ്റസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. In alternating current AC, the direction and magnitude of the current varies. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയണം. ഓക്കെ, അപ്പം നമുക്കറിയാം കറണ്ട് മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും, രണ്ട് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ കറണ്ട് പ്രത്യേകത അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചേഞ്ച് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക്കൽ ആയിട്ട് ചേഞ്ച് ആവും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് വേരീസ് പീരിയോഡിക്കൽ. ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി, നമുക്ക് അതെല്ലാം ഇമ്പോർട്ടന്റ്, ബാക്കി കാര്യങ്ങൾ പറയണം. അപ്പം എ സി കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഡി സി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് മാത്രം പോവുകയാണെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് മിക്കപ്പോഴും നമ്മൾ കണ്ടുള്ള ചോദ്യമാണ് റെക്ടിഫയർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. റെക്ടിഫയർ. ഓക്കെ, ഈ റെക്ടിഫയർ എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ് ചോദിക്കാറുള്ളത്. എ സി എ ഡി സി ആക്കാനാണോ, ഡി സി എ എ സി ആക്കാനാണോ? ഈ രണ്ട് ചോദ്യം കാണുമ്പോൾ നമ്മളാകെ പുഴയും. എ സി എ ഡി സി ആക്കാനാണോ, ഡി സി എ സി ആക്കാനാണോ? സ്വാഭാവികമായിട്ടും റെക്ടിഫയർ എന്ന ഡിവൈസ് ഉപയോഗിക്കുന്ന എപ്പോഴും എ സി എ ഡി സി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റെക്ടിഫയർ. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട്. അപ്പം ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന കറണ്ടിന്റെ വാല്യൂ മാറിയിരിക്കും. നമ്മുടെ എ സി കറണ്ടിന്റെ ഫ്രീക്വൻസി, എപ്പോഴും എ സിക്ക് ഫ്രീക്വൻസി ഉണ്ട്. ആ ഇന്ത്യയിൽ നമ്മുടെ സ്ഥലത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഓക്കെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. സോ 50 ഹെർട്സ് ആണ് എ സി കറണ്ട് ഫ്രീക്വൻസി. അതുകൊണ്ട് തന്നെ എ സി കറണ്ടിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. ഓർത്തിരുന്നു, ഇതൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എ സി കറണ്ടിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സും വോൾട്ടേജ് 220 വോൾട്ടുമാണ്. ഓക്കെ, കൂടാതെ നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വി, ഫാൻ, ലൈറ്റ്, ഇതിനകത്തൊക്കെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഏത് കറണ്ട് ഉപയോഗിച്ചെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയണം, എ സി ഉപയോഗിച്ചാണ്. എപ്പോഴും പീരിയോഡിക് ആയിട്ട് വേരി ചെയ്യുന്ന കറണ്ടാണ്. എന്നാൽ നമ്മുടെ വീട്ടിലെ ബാറ്ററി സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വർക്ക് ചെയ്യുന്നത് ഡി സി കറണ്ടിലായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. സിമ്പിൾ ആയിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ എ സി കറണ്ടിനെ കുറിച്ച് മൊത്തം കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ആയിട്ട് വേരി ചെയ്യുന്നത് എപ്പോഴും എ സി കറണ്ട് ആണ്. അപ്പൊ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യുന്നതാണ് എ സി കറണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Question number 10. In a convex lens, when the object is at infinity, then the position of image. നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇച്ചിരി മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മിററിനെ കുറിച്ചാണ്. ഈ ചോദ്യം മിറർ അല്ല, മറിച്ച് ലെൻസ് ആണ്. ഓക്കെ, ലെൻസും ഈ പറയുന്ന കൂട്ട് തന്നെ കോൺകേവ് ലെൻസും ഉണ്ട്, അതുകൂട്ട് തന്നെ കോൺവെക്സ് ലെൻസും ഉണ്ട്. ഈ രണ്ടു തരം ലെൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യം ചോദിക്കുന്നത് കോൺവെക്സ് ലെൻസ് അല്ലെ തന്നെ ലെൻസിന്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പം കോൺവെക്സ് ലെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മുമ്പേ പറയേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിച്ചിരുന്നോണം. അപ്പം കോൺവെക്സ് ലെൻസ് നമ്മൾ വരയ്ക്കുന്നത് രണ്ട് കേവ് കൂടി ചേരുന്നതിനെയാണ് നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ നേരെ ഒരു ലൈൻ ഇങ്ങനെതാണ് ഫ്ലാക്സ് കടന്നു പോകും. ഓക്കെ, ഈ പോയിന്റ് നമുക്കറിയാം, ഇതാണ് നമ്മുടെ പോളായിട്ട് വരുന്നത്. ദെൻ ഇപ്പുറത്ത് എഫ് വരും. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ 2F എന്ന് പറയും. ശരിയല്ലേ? ഒരു എഫിനോടൊപ്പം മറ്റൊരു എഫിനോട് കൂട്ടിയാൽ കിട്ടുന്നതാണ് സെന്റർ ഓഫ് കർവേച്ചർ. 2F എന്ന് പറയും. ഇത് 1 എന്ന് പറഞ്ഞ് കൊടുക്കണം. അതേ കൂട്ടിന് ഇപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്യണം F2 എന്ന് കൊടുക്കണം. ഇപ്പുറത്തും ഉണ്ട് 2F. ഇതാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കാണുന്നതാണ് കോൺവെക്സ് ലെൻസ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഒബ്ജക്റ്റ് ഓരോ സ്ഥലത്ത് വെക്കുമ്പോൾ എവിടെ ഇമേജ് ഉണ്ടാവുന്നു. എന്തിനകത്ത്? ലെൻസിനകത്ത്. മുമ്പേ മിറർ പഠിച്ചതാണ്, അതല്ല ഇവിടെ കൊടുക്കേണ്ടത്, ഇത് ലെൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ നമുക്ക് ഒബ്ജക്റ്റിനെ പല സ്ഥലങ്ങളിൽ വെക്കാം. മെയിൻ ആയിട്ട് 5 സ്ഥലങ്ങളിൽ വെക്കാം. ഒന്ന് അറ്റ് ഇൻഫിനിറ്റിയിൽ വെക്കാം. ഓക്കെ, ആ ഇൻഫിനിറ്റിയിലെ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. മുമ്പേ പറഞ്ഞതാണ്, മുമ്പേ മനസ്സിലാക്കി വീണ്ടും കിട്ടും. ഇനി അടുത്ത് എനിക്ക് വെക്കാൻ പറ്റുന്നത്, അതായത് 2Fനിപ്പുറം ബിയോണ്ട് 2F1, അതാണ് ഈ കാണുന്ന പോയിന്റ്. അതിനെ ഞാൻ ബി എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് എനിക്ക് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് അറ്റ് 2F. 2Fൽ വെക്കാം.
ഓക്കെ, അറ്റ് 2f. ഓക്കെ, 2f പോയിന്റ് സി കൊടുത്തു. ഓക്കെ, അടുത്ത എനിക്ക് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് ഇൻ ബിറ്റ്വീൻ 2f ആൻഡ് f. അതിനെ ഞാൻ ഡി എന്ന് കാണിച്ചു. ഓക്കെ, അടുത്ത എനിക്ക് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് അറ്റ് എഫ്. അതിനെ ഞാൻ ഇ എന്ന് കാണിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് 5 പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോയിന്റ്സ് ആണ് എ ബി സി ഡി ഇ. ഇങ്ങനെ എ ബി സി ഡി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരാ. എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ, ബി എന്ന് പറയുന്നത് ബിയോണ്ട് 2f1, സി എന്ന് പറയുന്നത് അറ്റ് 2f1, ഡി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 2f1 ആൻഡ് f1, ഇ എന്ന് പറയുന്നത് അറ്റ് f1. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? എന്തില്? കോൺവെക്സ് ലെൻസിൽ. ഓക്കെ, അപ്പൊ ഓർത്തോണം, നമ്മളപ്പോ ചെയ്യേണ്ട സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരച്ചതിന് ശേഷം ഇവിടുത്തെ നേരെ പോയിന്റ്സ് ഇതാ ഇവിടെ ഇങ്ങനെ പോയിന്റ്സ് ഇടുക, എഫിൽ ഇടുക, ഇൻ ബിറ്റ്വീൻ f2 ആൻഡ് 2f2, 2f കൊടുക്കുക, then beyond 2f2, then at infinity. അവിടെ കൊടുത്തുകൊണ്ട് തന്നെ പോയിന്റ് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി മാർക്കിംഗ്, ഇമേജിന്റെ മാർക്കിംഗ് പറയുമ്പോൾ എ എന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് എ ഡാഷ്, ബി എന്ന ഒബ്ജക്റ്റിന്റെ ബി ഡാഷ്, ഇവിടെ സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പമാണ്, നോക്കിക്കോണം. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണം. എയുടെ ഇമേജ് എ ഡാഷ്. ഇത് എവിടാണ് ഇരിക്കുന്നത്? അതിരിക്കുന്നത് അറ്റ് f2. കണ്ടോ, അറ്റ് f2. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് മാറ്റാൻ, കുഴപ്പമൊന്നുമില്ല. അറ്റ് f2. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കണം. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ബിയോണ്ട് 2f1 ആണെങ്കിൽ, ബിയോണ്ട് 2f1, ബി എന്ന് പറയുന്ന പോയിന്റ് അതല്ലേ. അപ്പം ബി ഡാഷിലാണ് ഇമേജ് ഉണ്ടാകുന്നത്. ബി ഡാഷ് എവിടെ ഇരിക്കുന്നു? ഇതാണ് ബി ഡാഷ്. ബി ഡാഷ് ഇരിക്കുന്നത് എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ. അപ്പം അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ലെൻസില്, കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഉണ്ടാവുന്ന ഒബ്ജക്റ്റ് ഇമേജ് ഉണ്ടാവുന്ന എവിടെ ആയിരിക്കണം? അറ്റ് f2ലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ബിയോണ്ട് 2f1 ആണെങ്കിൽ, 2f ആണെങ്കിൽ നമുക്ക് ഇമേജ് ഉണ്ടാവുന്നത് ഇൻ ബിറ്റ്വീൻ എവിടെയായിരിക്കും? f2 ആൻഡ് 2f. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് നമ്മൾ നോക്കണം. നമ്മുടെ 2fലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. സി എന്ന് പറയുന്ന പോയിന്റ് ആണ്, സി ഡാഷ് ആണ് അതിന്റെ ഇമേജ് അല്ലേ. അത് എവിടെ ഉണ്ടാവുന്നു? അത് ഉണ്ടാവുന്നത് 2f-ലായിരിക്കും. അപ്പൊ എവിടെ ആയിരിക്കും? 2f1ലാണ്. അറ്റ് 2f1ലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഉണ്ടാവുന്നതും അറ്റ് 2f2ലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ 2f1 ആൻഡ് f1. ആ പോയിന്റ് ആണ് ഡി. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജ് ഡി ഡാഷ് ആണ്. അതിരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അത് എവിടെ വരും? 2f2. അപ്പൊ എവിടെ വരും? അപ്പൊ നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ 2f1 ആൻഡ് f1 ആണെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത് ബിയോണ്ട് 2f2 ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നമ്മുടെ ഫോക്കസ് f1ലാണെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നത് ഇ എന്ന് പറയുന്നത് അല്ലെ, ഇ ഡാഷ് വരും. ഇ ഡാഷ് ഉണ്ടാവുന്നത് എവിടെ ആയിരിക്കും? അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓർത്തോണം, അറ്റ് f1ൽ വരുവാണെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലെൻസിനെ സംബന്ധിച്ച കാര്യം ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. കറക്റ്റ് ആയിട്ട് നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൽ നമ്മുടെ ചോദ്യം ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയെന്നാണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പൊ എഴുതിയ കേസ് എടുക്കുമ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമേജ് ഉണ്ടാവുന്നത് അറ്റ് f2ലായിരിക്കും. നമ്മുടെ ചോദ്യത്തിൽ ഇതാണ്ട് കിടക്കുന്ന ഓപ്ഷൻ സി ആണ്, അറ്റ് f2. അപ്പൊ ആൻസർ സ്വാഭാവികമായിട്ടും വരുന്നത് അറ്റ് f2. സി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം മിക്ക നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എവിടൊക്കെ എക്സാമിന് ചോദിക്കുന്നു അവിടെയെല്ലാം ഫിസിക്സ് പോർഷനിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് മാത്രമല്ല, മുമ്പേ പറഞ്ഞ മിററും എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. In which of the following defects of the human eye the image is formed behind the retina? റെറ്റിനയ്ക്ക് പുറകിലായിട്ട് ഇമേജ് ഫോം ചെയ്യുന്നു. അതിനെ നമുക്കറിയാം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബയോളജിയിലും ഫിസിക്സിലുമായിട്ട് ചോദിക്കാൻ പറ്റും. കൂടുതലും ബയോളജി ചോദിക്കുന്നതാണ്. ചോദ്യം ഹ്യൂമൻ ഐയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ലെൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, അപ്പം റെറ്റിനയ്ക്ക് പുറകിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് വിളിക്കും. ആ ഒരു പ്രശ്നത്തെ വിളിക്കുന്ന പേരാണ്
ഹൈപ്പർ മെട്രോപിയ. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്. ആ മറ്റൊരു പേരാണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തുള്ള വസ്തുക്കൾ കാണാതെ പറ്റുക. അടുത്തുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അടുത്തുള്ള വസ്തുക്കൾ കാണാതിരിക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലോങ് സൈറ്റ്നസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓർത്തിരുന്നോണം, ഇവിടുത്തെ ഒരു ടേം വരുന്നത് ഹൈപ്പർ മെട്രോപ്പി എന്നുള്ളതാണ്. ഹൈപ്പർ മെട്രോപ്പി അല്ലെങ്കിൽ ലോങ് സൈറ്റ്നസ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഇമ്പോർട്ടന്റ് ആണ്. റെറ്റിനയ്ക്ക് പുറകിൽ ഇമേജ് ഫോം ചെയ്യുവാണെങ്കിൽ അത് ഹൈപ്പർ മെട്രോപ്പി അല്ലെങ്കിൽ ലോങ് സൈറ്റ്നസ്. അത് ഒഴിവാക്കാൻ, അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പെൻഡ്സ് ഹ്യൂമൻ ഐ ദ ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗം തന്നെയാണ് റെറ്റിനയ്ക്ക് പുറകിലായിട്ടാണ് ഇമേജ് ഉണ്ടായത്. അതിനെ നമ്മൾ ഹൈപ്പർ മെട്രോപ്പി എന്ന് വിളിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൂടെ പക്കയായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ അങ്ങനെയെങ്കിൽ റെറ്റിനയ്ക്ക് മുൻപിലായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. റെറ്റിനയ്ക്ക് മുൻപിൽ ഇമേജ് ഫോം ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോപ്പിയ എന്ന് വിളിക്കും. മയോപ്പിയ. ഓക്കെ, ആ മയോപ്പിയ അല്ലെങ്കിൽ മറ്റൊരു മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അകലെയുള്ള വസ്തുക്കൾ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിനെ അകലെയുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പേര് ഓപ്പോസിറ്റ് വരണം, ഷോർട്ട് സൈറ്റ്നസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നസ് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഓക്കെ, ഇത് പലപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഹൈപ്പർ മെട്രോപ്പി എന്താണ്, അത് പരിഹരിക്കാൻ ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്, മയോപ്പി എന്താണ്, അത് പരിഹരിക്കാൻ ഏത് ലെൻസ് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇപ്പൊ കാണുന്ന ഓപ്ഷനകത്ത് പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞ മറ്റൊരു പ്രശ്നമാണ്. പ്രസ് ബയോപ്പിയ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ലെൻസും, കോൺകേവും കോൺവെക്സും അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ലെൻസ് എന്ന് പറയാറുണ്ട്. സിലിണ്ടറിക്കൽ ലെൻസ് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രസ് ബയോപ്പിയ പരിഹരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം. അത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിനകത്തുള്ള ഇപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തെങ്കിലും ഒരു ഭാഗത്തും ചോദിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് HNO3. ഓക്കെ, നമ്മുടെ കെമിസ്ട്രി ഭാഗത്തുള്ള ചോദ്യമാണ്. HNO3യുടെ മോളിക്കുലർ മാസ് എത്രയാണ്? ഓക്കെ, HNO3 മാത്രമല്ല, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പ്രീവിയസ് നോക്കുന്ന H2 ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NH2CO, NH2 ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നത്. നമുക്ക് HNO3 ചെയ്യാം. അപ്പം നമ്മൾ മോളിക്കുലർ മാസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഒരു മിക്സ്ചറിന്റെ മോളിക്കുലർ മാസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതിന്റെ ഓരോ സാധനത്തിന്റെയും അറ്റോമിക് മാസിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിനകത്തുള്ള ഓരോന്നും നമ്മൾ കമ്പോണന്റ് എടുക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്നത് HNO3 ആദ്യം വരുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, നമുക്കെല്ലാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് അറിയാം, 1 ആണ്. ഇവിടെ ഹൈഡ്രജൻ 1 ആണ്. സോ 1 × 1 = 1. ക്ലിയർ? ദെൻ നൈട്രജൻ ആണ് സെക്കൻഡ്. നൈട്രജൻ ആണ്. ഓക്കെ, അപ്പം നൈട്രജൻ എന്ന് പറയുന്നത്, നൈട്രജന്റെ എല്ലാവർക്കും അറ്റോമിക് മാസ് അറിയാമെന്ന് വിചാരിക്കുന്നു, 14 ആണ്. അപ്പൊ ഇവിടെ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ 14 × 1 = 14. ഓക്കെ, ദെൻ ലാസ്റ്റ് ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജൻ നോക്കുമ്പോൾ ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. ആദ്യം അറിയേണ്ട ഓക്സിജന്റെ അറ്റോമിക് മാസ് ആണ്. അറ്റോമിക് മാസ് ഓക്സിജന്റെ 16 ആണ്. 16 × നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 ആണ്. അപ്പൊ 16 × 3 which is 48. ഇനിയും നമുക്ക് വേണ്ടത് ഈ കാണുന്ന മിക്സ്ചറിന്റെ മോളിക്കുലർ മാസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന 3 വാല്യൂം കൂടി ആഡ് ചെയ്യണം, which is 48 + 14 + 1 which will be 63 units. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 63 യൂണിറ്റ്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് H2 നോക്കാം. H2. ഓക്കെ, H2 പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. H2 എന്ന് പറയുമ്പം ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. വേണമെങ്കിൽ ഇത് H2 ഒക്കെ നമുക്ക് എളുപ്പം ചെയ്യാം. ഓക്സിജന്റെ 16 × 1 വരും. ഓക്കെ, പ്ലസ് ഹൈഡ്രജന്റെ 1 × 2 വരും. ഓക്കെ, which is 16 + 2 which is equal to 18. ഓക്കെ, 18 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ NH2CO NH2CO ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്ടതാണ്. നൈട്രജന്റെ 14 ആണ്. 14 ഇപ്പൊ 2 എണ്ണം ഉണ്ട്. 14 × 2 കൊടുക്കാം അല്ലെ, 2 എണ്ണം ഇല്ലേ? ഓക്കെ, ദെൻ പ്ലസ് അടുത്തത് നോക്കുമ്പോൾ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ നമുക്ക് 1 ആണ്. പക്ഷെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 1 × 4. ഓക്കെ, പ്ലസ് അടുത്തത് കാർബണിന്റെ അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം, 12 ആണ്.
12 കാർബൺ ഒന്നേ ഉള്ളൂ, 12 into 1. ഓക്കെ, പ്ലസ് അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജനും അറ്റോമിക് മാസ് 16 ആണ്, into 1. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 28 plus 4 plus 12 plus 16, which will be 60 unit. ഏത് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ചോദിക്കുന്നതാണ് മോളിക്കുലർ മാസ് കാണാൻ വേണ്ടി. മോളിക്കുലർ മാസ് കാണണമെങ്കിൽ മോളിക്കുലർ മാസിനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ആറ്റോമിക് മാസിനെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിനുവേണ്ടി ഓരോന്നിന്റെയും ഓരോ എലമെന്റിന്റെയും അറ്റോമിക് മാസ് അറിഞ്ഞിരിക്കണം, എങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് നമുക്ക് കരുതാം. അപ്പം ഇതിന്റെ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് tooth decay starts when pH of mouth is lower than. pH of mouth is lower than. അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്മുടെ മൗത്തിന്റെ pH എത്ര കുറയുമ്പോഴാണ് നമ്മുടെ ടീത്ത് ഡീക്കേ ആവും. ഓക്കെ, അപ്പം നമുക്ക് pH-നെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഭാഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ pH എന്ന് പറഞ്ഞാൽ അറിയാം, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ pH കണ്ടുപിടിച്ചാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ആ വ്യക്തിയെ ചോദിക്കാം, ഡിസ്കവർ ചെയ്ത ആരാൻ ചോദിക്കാം. ദെൻ കുറെ മൂലകങ്ങളുടെ pH വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ വയറിനുള്ളിൽ ഉള്ളതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിന്റെ pH വാല്യൂ 0 to 1.5 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലെമൺ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. ലെമണിന്റെ ചോദിക്കുവാണെങ്കിൽ അതിന്റെ pH 2.4 ആണ്. ഓക്കെ, ഇനി ആൽക്കഹോളിന്റെ pH എന്ന് പറയുന്നത് 2.9 തൊട്ട് 4.5 വരെ വരാം. ഓക്കെ, ദെൻ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ pH എന്ന് പറയുന്നത് 7 ആണ്, ന്യൂട്രൽ ആണ് കേട്ടോ. നമുക്കറിയാം 7 താഴെ പോകുമ്പോഴും 7 മുകളിൽ വരുമ്പോഴും pH ഇത് അസിഡിക് നേച്ചറും ഇത് ബേസിക് നേച്ചറുമാണ്, ഇത് ന്യൂട്രൽ ആണ്. ഇത് അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, പ്യുവർ വാട്ടർ 7 ആണ് pH. ഇനി എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും പ്രീവിയസ് കണ്ടിട്ടുണ്ട്, ബ്ലഡിന്റെ pH എത്രയാണ്? ബ്ലഡിന്റെ pH 7.4 ആണ് വാല്യൂ. ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെച്ചോണം. ബ്ലഡിന്റെ pH എത്രയാണ്? 7.4 ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്, മിൽക്ക് ഓഫ് മഗ്നീഷ്യ അറിയാമെന്ന് വിചാരിക്കുന്നു. മിൽക്ക് ഓഫ് മഗ്നീഷ്യ അതെന്തുവാ സംഭവം എന്ന് ചോദിച്ചാൽ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യം. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതിന്റെ pHന്റെ വാല്യൂ എന്ന് പറയുന്നത് 10.5 ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ആസിഡ് റെയിനിന്റെ pH വാല്യൂ എത്രയാണ്? അത് 5.6 താഴെയാണ്. 5.6 ഒരു കറക്റ്റ് വാല്യൂ പറയുന്നില്ല, 5.6 താഴെയായിരിക്കും. ഇനിയും ചോദിച്ചിട്ടുള്ളതാണ് യൂറിന്റെ pH വാല്യൂ, അത് 6 ആണ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ നന്നായിരിക്കും. ചോദിക്കാൻ സാധ്യതയുണ്ട്, എപ്പോഴും pH വാല്യൂ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ചോദിച്ചാണ്, പ്രത്യേകിച്ച് മിൽക്ക് ഓഫ് മഗ്നീഷ്യം ബ്ലഡും ഒക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം അതല്ല. ടീത്തിന്റെ ഡീക്കെ എപ്പോഴും ഉണ്ടാവുന്നത് നമ്മുടെ pH വാല്യൂ, മൗത്തിലെ pH വാല്യൂ 5.5 താഴെ പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ ടീത്ത് ഡീക്കെ ആവുന്നുള്ളൂ. നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. എപ്പോഴെങ്കിലും നമ്മുടെ വായിലെ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 5.5 താഴെ പോവുകയാണെങ്കിൽ അവിടെ പല്ല് ഡീക്കെ ആവാനുള്ള കാരണമാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഓപ്ഷൻ വന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഈ പറഞ്ഞ എല്ലാം ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ നന്നായിരിക്കും, എവിടെയെങ്കിലും ഒക്കെ ചോദിക്കാം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് വിറ്റാമിൻ ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫോർ എ ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം? അടുത്ത് നമ്മുടെ ബയോളജിക്കകത്ത് ഏറ്റവും കൂടുതൽ ഭാഗം ചോദിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നതാണ് വിറ്റാമിൻസ്. ഓക്കെ, അപ്പം നമ്മള് കുറച്ച് വിറ്റാമിൻസിന്റെ ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ വിറ്റാമിൻസിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ട വിറ്റാമിൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ വിറ്റാമിൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉദാഹരണം പറയണം, നമ്മുടെ നമ്മുടെ എല്ലിന് വേണ്ട വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഡി ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ നേർവസ് സിസ്റ്റം, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നേർവസ് സിസ്റ്റത്തിന് വേണ്ട വിറ്റാമിൻ എന്ന് വെച്ചാൽ വിറ്റാമിൻ ബി ആണ്. അടുത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ചോദ്യമാണ് നമ്മുടെ കണ്ണിന് വേണ്ട വിറ്റാമിൻ എ ആണ്. ഇലക്കറികളൊക്കെ കൂട്ടിയാൽ വിറ്റാമിൻ എ കൂട്ടാമെന്ന് പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വിറ്റാമിൻ ഡിസ്കവർ ചെയ്ത് ആരാന്ന് അറിഞ്ഞിരിക്കണം. വിറ്റാമിൻ ഡിസ്കവർ ചെയ്ത് കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക് ആണ് വിറ്റാമിൻ എന്ന് പറഞ്ഞ വേർഡ്
അല്ലെങ്കിൽ വിറ്റാമിൻ കണ്ടുപിടിച്ചത് കാസിമർ ഫങ് ആണ്. ഇനി വിറ്റാമിൻ നമുക്കറിയാം ഏതൊക്കെ വിറ്റാമിൻ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എ, ബി, സി, ഡി, ഇ, കെ, ഇത്രയാണ് വിറ്റാമിൻസ് ഉള്ളത്. ഓക്കെ, ഈ ബി തന്നെ B1, B3, B5 എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പം എ, ബി, സി, ഡി, കെ. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വാട്ടറിൽ, വെള്ളത്തിൽ, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, അത് ബി ആൻഡ് സി ആണ്. വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ് ബി ആൻഡ് സി. ബാക്കി പറയുമ്പം കൊഴുപ്പില് ലയിക്കുന്നതാണ് നമ്മുടെ ബാക്കിയുള്ള വിറ്റാമിൻസ്, വിച്ച് ഈസ് കെ, ഇ, ഡി, എ, ഇത്രയും. ഓക്കെ, വായിക്കുമ്പോൾ കേടാന്ന് വായിക്കാം, കൊഴുപ്പ് നമുക്ക് കേടാണ്, അതുകൊണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇത് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ളത് ബി ആൻഡ് സി വിറ്റാമിൻസ് ആണ്. കെ, ഇ, ഡി, എ ഇതെല്ലാം വാട്ടറിൽ സൊല്യൂബിൾ അല്ല, അല്ലെങ്കിൽ കൊഴുപ്പിലാണ് സൊല്യൂബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ സി ആണ്. ഓക്കെ, അപ്പൊ വിറ്റാമിൻ സിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. വിറ്റാമിൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവുന്നില്ല. ഇത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആവുന്ന വിറ്റാമിനെ അല്ല. ഓക്കെ, കൂടാതെ ഇത് പുറത്തു പോകുന്നത് നമ്മുടെ യൂറിനിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. ഓക്കെ, കൂടാതെ ഇത് ചൂടാക്കിയ നമ്മുടെ സാധാരണ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ചൂടാക്കാറുണ്ട്. ഈ പച്ചക്കറികളും പഴങ്ങളിലും ഒക്കെ ഉള്ളതാണ് സി. ഈ സി എന്ന് പറയുന്ന വിറ്റാമിൻ ചൂടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന പച്ചക്കറിയിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും ഒക്കെ വിറ്റാമിൻ സി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഒത്തിരി വേവിച്ച് കഴിക്കരുത്, കുറച്ച് മാത്രം ഹാഫ് ബോയിൽഡ് ഒക്കെ കഴിക്കണം, അല്ലെങ്കിൽ ബോയിൽ ചെയ്യാത്ത കഴിക്കണം എന്നൊക്കെ പറയാൻ കാരണം അതാണ്, വിറ്റാമിൻ സി ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ജസ്റ്റ് ഞാൻ വിറ്റാമിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വിറ്റാമിനെ കുറിച്ച് കൂടുതൽ പറയാം. വിച്ച് വിറ്റാമിൻ ഇസ് ദ മോസ്റ്റ് എസെൻഷ്യൽ ഫോർ എ ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം? ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എപ്പോഴും വേണ്ടത് വിറ്റാമിൻ സി ആണെന്ന് ഓർത്തിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Which one of the following acids is used in the car batteries? കാർ ബാറ്ററിയിൽ ഏത് ആസിഡാണ് ഉപയോഗിക്കുന്നത്? അറിഞ്ഞിരിക്കണം, കാർ ബാറ്ററിയിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. കാർ ബാറ്ററി എപ്പോഴും ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുലയൊക്കെ അറിയാം, H2SO4 ആണ്. ഓക്കെ, ദെൻ ഇത് ഈ ആസിഡിനെ വിളിക്കുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇത് കിങ് ഓഫ് ആസിഡ് ആണ്. ആസിഡ്സിലെ രാജാവ് എന്ന് വിളിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. കൂടാതെ ആസിഡ് റെയിനിലെ മെയിൻ കമ്പോണന്റ് ആയിട്ട് വരുന്നത്, എല്ലാം ഒത്തിരി കമ്പോണൻസ് ഉണ്ട്, അതിലൊരു മെയിൻ കമ്പോണന്റ് അല്ലെങ്കിൽ H2SO4. ഓക്കെ, ദെൻ മറ്റൊരു ആസിഡ് നമുക്കറിയാം, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അത് ഓർത്തുകൊണ്ട് ഞാൻ ആ കിങ് ഓഫ് ആസിഡ്സ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതിനെ മ്യൂറിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. മ്യൂറിറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. അതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡ് HNO3, നൈട്രിക് ആസിഡ് HNO3. ഓക്കെ, നൈട്രിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്നത് ക്യൂൻ ഓഫ് ആസിഡ് എന്നാണ് കേട്ടോ, ക്യൂൻ ഓഫ് ആസിഡ്. ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് പറഞ്ഞോളൂ. കിങ് ഓഫ് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്, ദെൻ മ്യൂറിറ്റിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ക്യൂൻ ഓഫ് ആസിഡ് HNO3 ആണെന്ന് ഓർത്തിരിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ പേഴ്സൺസ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് AB. ടു വിച്ച് പേഴ്സൺ ഹി ക്യാൻ ഗീവ് ബ്ലഡ്? നല്ലൊരു ചോദ്യമാണ്. അത് ബ്ലഡിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ പറയണത്. ശരിക്കും പറഞ്ഞാല് ബ്ലഡിനെ കുറിച്ച് പറയുമ്പം ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് അല്ലെ. ബ്ലഡ് ഗ്രൂപ്പ്, ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് 4 ടൈപ്പ് ആണുള്ളത്. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ ഇവിടുത്തെ ഈ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്ത ആളുടെ പേര് ലാൻസ്റ്റർ ആണ്, അല്ലെങ്കിൽ കാൾ ലാൻസ്റ്റൈനർ എന്ന് പറയും. അറിയാമെന്ന് വിചാരിക്കും, കാൾ ലാൻസ്റ്റൈൻ. ഓക്കെ, കൂടാതെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരു ഘടകമാണ് RH ഫാക്ടർ എന്ന് പറയും. RH ഫാക്ടർ. ഓക്കെ, ഈ RH ഫാക്ടർ ആരാ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലൈൻസ്റ്ററും ഇപ്പൊ പറഞ്ഞ ആളും കാൾ ലൈൻസ്റ്ററും അതുകൊണ്ട് തന്നെ ബെയ്നർ എന്ന് പറയുന്ന വ്യക്തി കൂടെ ചേർന്നാണ് RH ഫാക്ടർ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, ഈ RH ഫാക്ടർ ആരിലാണ് ആദ്യം കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനിമലാണ്. ആനിമൽ ഒരു കുരങ്ങാണ്. ഒരു കുരങ്ങിലാണ് ഈ ആ കുരങ്ങിന്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. റേസിസ് എന്നാണ് ആ കുരങ്ങിന്റെ പേര് കേട്ടോ. ഒരു മങ്കിയാണ്. ആ മങ്കിയിലാണ് ആദ്യമായിട്ട് RH ഫാക്ടർ ഈ പറയുന്ന രണ്ടുപേരോട് ചേർന്ന് ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് അറിയാം കുറച്ചൊക്കെ. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ O എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, O നെഗറ്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ സ്വീകർത്താവ്, റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ അത് AB പോസിറ്റീവ് ആണ്. ഈ 2 കാര്യം ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇപ്പോഴേ ആൻസർ കിട്ടും. ഒരു ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആണ്, അദ്ദേഹത്തിന് ആർക്കാണ് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും AB ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അപ്പം എ ബിക്കാർക്ക് എ ബിക്ക് മാത്രം കൊടുക്കാൻ പറ്റും. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, എ ബി ആണ്. ഞാൻ ഈ പറഞ്ഞ 2 പോയിന്റ് ഓർത്തിരിക്കണം. യൂണിവേഴ്സൽ ഡോണർ ഓൺ നെഗറ്റീവ് ഗ്രൂപ്പും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എ ബി പോസിറ്റീവ് ഗ്രൂപ്പും ആണെന്ന കാര്യം ഓർത്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പവർ ഇൻ ഫിസിക്സ്? വീണ്ടും നമ്മൾ ഫിസിക്സിലേക്ക് തിരിച്ചു വന്നു. ഫിസിക്സിൽ പവറിന്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദ്യം അല്ലേ. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ബൈ ടൈം ആണ് പവർ അല്ലെ. ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടി, വർക്ക് ബൈ ടൈം. അത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, കുറച്ച് കാര്യം ഇവിടെ പറയണല്ലോ. വർക്ക് ബൈ ടൈം അല്ലെ. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇൻറ്റു അല്ല, ശരിക്കും ഡോട്ട് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് വരും. ഓക്കെ, നോക്കണം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്തോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ വേണമെങ്കിൽ പവറിന്റെ മറ്റൊരു ഇക്വേഷനും കൂടി കിട്ടും. എന്തുവാ? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അറിഞ്ഞിരിക്കണം. അഥവാ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു സാധനം, ഇപ്പൊ ഈ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഇത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം, ഇതാണ് വന്നത്. എന്നാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്നൊരു ഓപ്ഷനോട് വരികയാണെങ്കിൽ അതും ആൻസർ ആണെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇക്വേഷനും കൂടി പറഞ്ഞത്. പവറിന്റെ മറ്റൊരു പ്രത്യേകത, പവർ ഒരു എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, വിച്ച് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ചോദിക്കുന്നുണ്ട് പലപ്പോഴും, താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സ്കെയിലാർ വെക്ടർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അറിഞ്ഞിരിക്കണം, പവർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത് പവറിന്റെ യൂണിറ്റ് എന്താണ്? അറിയാം, പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. WATT, വാട്ടാണ്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഹോഴ്സ് പവർ എന്നും വിളിക്കാറുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം 746 വാട്ട്. ഓക്കെ, അറിഞ്ഞിരിക്കണം. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുനിന്ന് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ഭാഗം, നമ്മളിപ്പോ പറഞ്ഞ പവറിന്റെ ഒരു സാധനം വർക്ക് അല്ലേ. പവർ വർക്ക് ബൈ ടൈം ആണ്. വർക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ശരിക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ കറക്റ്റ് ഡെഫിനിഷൻ FDS കോസ് തീറ്റ എന്ന് പറയും. ഇതാണ് ഇക്വേഷൻ കേട്ടോ. വർക്കിന്റെ ഇക്വേഷൻ ഓർത്തിക്കണം, FDS കോസ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്, ആംഗിളും കൂടി പരിഗണിക്കണം. ഓക്കെ, FDS കോസ് തീറ്റ. ഓക്കെ, ഈ പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് വർക്ക് നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയാൻ പറ്റും. ഓർത്തോണം, എപ്പോഴെങ്കിലും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 0 ഡിഗ്രി ആവുകയാണെങ്കിൽ ആ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്തുവാ, ഇവിടെ കൊടുക്കുമ്പോൾ F.ds cos 0 എന്ന് വരും. cos 0 ഒരു 1 ആണ്. അപ്പൊ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പോസിറ്റീവ് വാല്യൂ വരും. സോ പോസിറ്റീവ്. ഓക്കെ, അടുത്തത് ഈ തീറ്റയുടെ വാല്യൂ എപ്പോഴെങ്കിലും 180 ഡിഗ്രി വരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ കോസ് 180 വരും, കോസ് 180 -1 ആണ്. അപ്പോൾ വർക്കിന്റെ വാല്യൂ നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തത്, എപ്പോഴെങ്കിലും തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട്, നമ്മൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ഇങ്ങനെ ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക്. മുമ്പേ പറഞ്ഞത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷൻ, അത് മുമ്പ് പറഞ്ഞത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഉണ്ട്. ഇതിപ്പോ ആംഗിൾ 180, ഇത് 0, ഇവിടെ നോക്കുമ്പോൾ 90. കണ്ടോ? അപ്പം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും 90 ഡിഗ്രി വരികയാണെങ്കിൽ അവിടെ നോക്കണം, കോസ് 90 വരും. കോസ് 90 0 എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വർക്ക് എന്തായിരിക്കും? വർക്ക് 0 ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. വർക്ക് ബൈ ടൈം ആണ് പവറിന്റെ ഇക്വേഷൻ ഒരു ഡെഫിനിഷൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഈസ് നോട്ട് എ പ്രൈമറി കളർ? നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഏതൊക്കെയാണ് പ്രൈമറി കളർ. ഓക്കെ, ചോദ്യം നോട്ട് എ പ്രൈമറി കളർ എന്നാണ്, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ പ്രൈമറി കളർ നമുക്ക് പെട്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രയാങ്കിൾ വെച്ചു. ഓക്കെ, പറയുകയാണെങ്കിൽ പ്രൈമറി കളർ റെഡ് ഉണ്ട്, ദെൻ സെക്കൻഡ് പ്രൈമറി കളർ ആണ് ബ്ലൂ, ദെൻ തേർഡ് ആണ് ഗ്രീൻ. ഇത് മൂന്നുമാണ് നമ്മുടെ പ്രൈമറി കളർ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. റെഡ്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, ഇനി ഈ കളേഴ്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി കളേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെഡും ബ്ലൂവും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് വയലറ്റ്. വയലറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്ന കളറാണ് വിച്ച് ഈസ് യെല്ലോ കളറാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കളറിന്റെ പേര് സിയാൻ ആണ്, അല്ലെങ്കിൽ സിയാൻ എന്നൊക്കെ പറയാറുണ്ട്. ആ കളറാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഓർത്തിരുന്നോണം, റെഡ്, ബ്ലൂ, ഗ്രീൻ വിച്ച് ഈസ് പ്രൈമറി കളേഴ്സ് ആൻഡ് വയലറ്റ്, യെല്ലോ, സിയാൻ ദീസ് ആർ സെക്കൻഡറി കളേഴ്സ്. അങ്ങനെയെങ്കിലും ചോദ്യം ചോദിക്കാം, റെഡും വയലറ്റും ബ്ലൂവും സിയാനും ഗ്രീനും യെല്ലോയും കൂടി ചേരുവാണെങ്കിൽ ഏത് കളർ കിട്ടുമെന്ന് ചോദിച്ചാൽ ആ കളറാണ് വൈറ്റ് കളറാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട്
എ പ്രൈമറി കളർ. നമുക്കറിയാം ബ്ലൂ പ്രൈമറി ആണ്, ഗ്രീൻ പ്രൈമറി ആണ്, റെഡ് പ്രൈമറി ആണ്. ഏത് മാത്രമല്ല ഓറഞ്ച്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓറഞ്ച് കളർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് അബുണ്ടന്റ് ആസിഡ് ഫൗണ്ട് ഇൻ ഗ്രേപ്സ്? ഗ്രേപ്സിലുള്ള ആസിഡ്, ഇത് ഈ നമ്മുടെ പഴവർഗ്ഗങ്ങളിലുള്ള ആസിഡ്സ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം. ഗ്രേപ്സിൽ ആസിഡ് പറയുവാണെങ്കിൽ വിച്ച് ഈസ് ടാറ്റാറിക് ആസിഡ് ആണ്, അറിഞ്ഞിരിക്കണം. ടാറ്റാറിക്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ടാറ്റാറിക് ആസിഡ് ആണ് ഗ്രേപ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ മിൽക്കിൽ ഏത് ആസിഡ് ആണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അത് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ലാക്റ്റിക് ആസിഡ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ? ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ നാരങ്ങ അല്ലെങ്കിൽ ലെമണിലുള്ളത് ഏത് ആസിഡാണെന്ന് ചോദിക്കാം. ലെമണിലുള്ളത് നമ്മുടെ സിട്രിക് ആസിഡ് ആണ്, സിട്രിക് ആസിഡ്. ഓക്കെ. ദെൻ അതുകൊണ്ട് തന്നെ ഓറഞ്ചിലുള്ളത് ഏത് ആസിഡാണെന്ന് ചോദിച്ചാൽ ഓറഞ്ചിലുള്ളത് അസ്കോർബിക് ആസിഡ് ആണ്, അസ്കോർബിക് ആസിഡ് ആണ് ഓറഞ്ചിൽ, അസ്കോർബിക് ആസിഡ്. അതുപോലെ തന്നെ ആപ്പിൾ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ആപ്പിളുള്ള ആസിഡിന്റെ പേര് മാലിക് ആസിഡ്. മാലിക് ആസിഡ് ആണ് എന്തിലുള്ളത്? ഈ പറയുന്ന ആപ്പിളിലുള്ളത്. ഗ്രേപ്പ് നമ്മൾ പറഞ്ഞു, ഗ്രേപ്പിനകത്ത് ടാറ്റാറിക് ആസിഡ് ആണ്. ഇനി ടൊമാറ്റോ ചോദിക്കാം. ടൊമാറ്റോയിലുള്ള ആസിഡ് ആണ് ചോദിക്കാം. അത് ഓക്സാലിക് ആസിഡ്. ഞാൻ പല ആസിഡ് വരുന്ന ഫ്രൂട്ട്സ് പറഞ്ഞതേ ഉള്ളൂ. ഓക്സാലിക് ആസിഡ്. ഈ ഓക്സാലിക് ആസിഡ് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഓക്സാലിക് ആസിഡ് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫി നമുക്കറിയാം, മറ്റേ ഫിലിമിന്റെ പരിപാടി. ആ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഓക്സാലിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. സാറേ ഓക്സാലിക് ആസിഡ് മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, അത് അങ്ങനെ മാത്രം പറയല്ലേ, വേറൊരു കമ്പൗണ്ടും ഉണ്ട്. അതിനെ വിളിക്കുന്നത് സിൽവർ ബ്രോമൈഡ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന താഴെ തന്നിട്ട് ഏതാ ചോദിച്ചാൽ സിൽവർ ബ്രോമൈഡ്. ഏത് ആസിഡ് എന്ന് ചോദിച്ചാൽ ഓക്സാലിക് ആസിഡ് ആണ്. സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്ന കമ്പോണന്റും എന്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫി. ഓക്കെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ആസിഡ്സിന്റെ പേര് സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് ഫ്രൂട്ട്സിനകത്ത് അത് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ടാറ്റാറിക് ആസിഡ് ആണ്, മനസ്സിലായി. ഇതെല്ലാം പഠിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷിയം ആർ. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയാം ഐസോടോപ്സ് ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഐസോടോപ്സ്. എന്താണ് ഐസോടോപ്സ്? അറിഞ്ഞിരിക്കണം. ഓക്കെ. എന്താണ് ഐസോടോപ്സ്? ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അറ്റോമിക് നമ്പർ സെയിം ആയിട്ടും കൂടാതെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിട്ടുമുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ്. ഓക്കെ. അപ്പം നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ്. ഹൈഡ്രജൻ, കാരണം എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഹൈഡ്രജന് മെയിൻ ആയിട്ട് 3 ഐസോടോപ്സ് ഉണ്ട്. ചോദിക്കുന്നതാണ് എപ്പോഴും, അതുകൊണ്ടാണ്. ഒന്നാമത്തെ ഐസോടോപ്പിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1H1. ഓക്കെ. രണ്ടാമത്തവന്റെ പേര് 1H2. മൂന്നാമത്തവന്റെ പേര് 1H3. എന്തുവായി സംഭവം എന്ന് ചോദിച്ചാൽ 1H1 വിളിക്കുന്ന പേരാണ് പ്രോട്ടിയം. ഓക്കെ. ദെൻ 1H2 ആണ് നമ്മളിപ്പോ ക്വസ്റ്റിനിൽ കണ്ട ഡ്യൂട്ടീരിയം. 1H3 ആണ് ക്വസ്റ്റിനിൽ കണ്ട ട്രീറ്റിയം എന്നോ ട്രിഷ്യം എന്നോ പറയാം, ട്രീറ്റിയം അല്ലെങ്കിൽ ട്രിഷ്യം. ഓക്കെ. അപ്പം ഈ 3 ഹൈഡ്രജന്റെ മെയിൻ ഐസോടോപ്സ്. ഓക്കെ. ഇവിടെ കാണുമ്പോൾ അറിയാം, ഇത് നമുക്ക് ഐസോടോപ്സ് പറയുമ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ, ഇപ്പൊ ഓപ്ഷൻ നമുക്ക് കിട്ടിയോ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ, അത് പോട്ടെ, നമുക്ക് അതല്ല, അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ അറ്റോമിക് നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അറ്റോമിക് നമ്പർ, പ്രോട്ടിയത്തിലെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 ആണ്. ഡ്യൂട്ടീരിയത്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ്. ട്രിഷ്യത്തിൽ എത്ര? 1. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്ര ആണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രോട്ടിയത്തിൽ പറയുകയാണെങ്കിൽ 1 ആണ്, ഡ്യൂട്ടീരിയത്തിൽ 1 ആണ്, ട്രിഷ്യത്തിലും 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അടുത്തൊരു ഭാഗം ചോദിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രോട്ടിയത്തിൽ നോക്കുമ്പോഴും 1 ആണ്, ദെൻ ഡ്യൂട്ടീരിയത്തിൽ 1 ആണ്, ട്രിഷ്യത്തിൽ 1 ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ, അവിടെ പണി കിട്ടും, ശ്രദ്ധിക്കണം. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാണുന്ന മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഡിഫറൻസ് ആണ്. അതെടുക്കുമ്പോൾ 1 - 1 0 വരും. ഇവിടെ 2 - 1 1 വരും. ഇവിടെ 3 - 1 2 വരും. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം, ചോദിക്കാം. ഓക്കെ. അപ്പൊ കൂടാതെ ഇതിനകത്തൊരു കാര്യമുണ്ട്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഹൈഡ്രജന്റെ ഐസോടോപ്സിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രിഷ്യമാണ്. ഓർത്തോണം, 1H3 എന്നുള്ള ട്രിഷ്യമാണ് ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, ചോദിക്കാവുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ്. LPG നമ്മൾ ഒത്തിരി പ്രാവശ്യം വളരെ കാര്യമായിട്ടൊക്കെ പഠിക്കുന്ന ഭാഗമാണ്. LPG നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്ന എക്സ്പ്ലനേഷൻ ഉള്ള LPGയെ കുറിച്ച് പറയുവാണെങ്കിൽ LPG നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് എപ്പോഴും ബ്യൂട്ടെയിൻ ആൻഡ് പ്രൊപ്പെയിൻ ആണ്. അറിഞ്ഞിരിക്കണം, ബ്യൂട്ടെയിൻ ഗ്യാസും പ്രൊപ്പെയിൻ ഗ്യാസുമാണ് നമ്മൾ LPG ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ലൈറ്റർ. നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ഉണ്ടല്ലോ, ആ ലൈറ്ററിൽ ഉപയോഗിക്കുന്ന ഏത് ഗ്യാസ് എന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടെയിൻ ഗ്യാസ് ആണ്. ബ്യൂട്ടെയിൻ ഗ്യാസ് ആണ് സിഗരറ്റ് ലൈറ്റർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനകത്ത് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മീഥെയിൻ ഗ്യാസ് ഉണ്ട്, ഈഥെയിൻ ഗ്യാസ് ഉണ്ട്, പ്രൊപ്പെയിൻ ഗ്യാസ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നാണ് എവിടെ ഉപയോഗിക്കുന്നത്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഭോപ്പാൽ ഗ്യാസ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടല്ലേ? ഭോപ്പാൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഭോപ്പാൽ ദുരന്തം ഉണ്ടാക്കിയ ഗ്യാസ് ആണ് അത്. ആ ഗ്യാസിന്റെ പേര് എന്തുവാന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേര് മീഥൈൽ ഐസോസൈനേറ്റ്. പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മീഥൈൽ ഐസോസൈനേറ്റ്. ഇതിനോടൊപ്പം ഒരു ജനറൽ നോളജ് പേപ്പറാണ്. ഭോപ്പാൽ ദുരന്തം എന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1984 ഡിസംബർ 4-നാണ് എന്തുണ്ടായത്? ഭോപ്പാൽ ദുരന്തം. ഭോപ്പാൽ ദുരന്തം ഉണ്ടാക്കിയ ഗ്യാസ്, കാരണമായ ഗ്യാസ് ആണ് ഭോപ്പാൽ ഗ്യാസ്. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻസ് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ വിറ്റാമിൻ നെസസറി ഫോർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ഈസ്. കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ കുറിച്ചാണ് പറയണത്. ഓക്കെ, നമുക്കറിയാം വിറ്റാമിൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മള് ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഓപ്ഷൻ വരുന്നത് വിറ്റാമിൻ കെ ആണ്. നമുക്ക് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാണ്. അറിയാവുന്നല്ലേ, വിറ്റാമിൻ കെ ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. അപ്പൊ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് വിറ്റാമിൻ കെയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ കിട്ടിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വിറ്റാമിൻ കെ വിളിക്കുന്ന പേര് അറിഞ്ഞിരിക്കണം. ഫിലോക്കിനോൺ എന്ന് വിളിക്കുന്നതാണ്. ഫിലോക്കിനോൺ എന്ന് വിളിക്കുന്നത് ഈ വിറ്റാമിൻ കെ ആണ്. ഓക്കെ, ഓർത്തിക്കണം, ഫിലോക്കിനോൺ. ഓക്കെ, കൂടാതെ നമ്മള് ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 4 കാര്യങ്ങൾ വേണം. ഓക്കെ, 2 പ്രോട്ടീനും കൂടാതെ കാൽസ്യവും കെയും വേണം. ഒന്ന് പറയുകയാണെങ്കിൽ പ്രോട്ടീൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോത്രോംബിൻ, ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്. പ്രോത്രോംബിൻ. അതുകൊണ്ട് തന്നെ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന 2 പ്രോട്ടീനും അതിനോടൊപ്പം തന്നെ കാൽസ്യവും കൂടാതെ വിറ്റാമിൻ കെയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവത്തുള്ളൂ. പഠിച്ചിരുന്നു. ഓക്കെ, ദെൻ മറ്റൊരു വിറ്റാമിൻ ബി യെ കുറിച്ച് പറയണം. വിറ്റാമിൻ ബി യെ വിളിക്കുന്ന പേര് തയാമിൻ എന്നാണ്. തയാമിൻ. ഓക്കെ, വിറ്റാമിൻ ബിയുടെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു രോഗമാണ് ബെറി. വിറ്റാമിൻ ബി ബെറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി യെ കുറിച്ച് പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി എന്ന് പറയുന്നത് പേര് അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ്. ഓക്കെ, ഈ വിറ്റാമിൻ സിയുടെ കുറവ് കാരണം അല്ലെങ്കിൽ വിറ്റാമിൻ സി കുറയുവാണെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടാകാം, ഒരു ഡിസീസ് ഉണ്ട്. അതിന്റെ പേര് സ്കർവി എന്നാണ്. അറിയാം, അത് കുറച്ച് അറിയാമായിരിക്കും, സ്കർവി. ഓക്കെ, ദെൻ വിറ്റാമിൻ ഇ ഒരു വിറ്റാമിൻ പറയുകയാണ്. വിറ്റാമിൻ ഇ നമ്മൾ പറയുമ്പോൾ എല്ലാ വിറ്റാമിനും പറയാം. വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോക്കോഫിറോൾ എന്നാണ്. ടോക്കോഫിറോൾ. ഈ നെയിംസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചോണം, ചോദിക്കാം കേട്ടോ. ഫിലോക്കിനോൺ എന്താണ്, തയാമിൻ എന്താണ്, അസ്കോർബിക് ആസിഡ് എന്താണ്, ടോക്കോഫിറോൾ എന്താണ് ചോദിക്കാം. ഓക്കെ, ദെൻ വിറ്റാമിൻ ഇ ആണ് ടോക്കോഫിറോൾ എന്ന് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ വിറ്റാമിൻ ഇ അറിയപ്പെടുന്നത് മറ്റൊരു പേരുണ്ട്, ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്ന് അറിയപ്പെടുന്നത് ഈ വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ അല്ലെ, ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് ബ്യൂട്ടി വിറ്റാമിൻ കിട്ടാൻ വേണ്ടി വിറ്റാമിൻ ഇ ആണ് വേണ്ടത്. ഓക്കെ, കൂടാതെ ഈ വിറ്റാമിൻ ഇയുടെ കുറവ് ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്ക് ഈ സ്റ്റെറിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മള് സ്റ്റെറിലിറ്റി പ്രശ്നം ശരീരത്തിൽ ഉണ്ടാകുന്നത് വിറ്റാമിൻ ഇയുടെ കുറവ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പം സ്റ്റെറിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞ പ്രോബ്ലം ഇല്ലാതാക്കണേ നമുക്ക് വിറ്റാമിൻ ഇ വേണം. ഓക്കെ, അപ്പം ആന്റി സ്റ്റെറൈൽ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. അത് ഓർത്തിരുന്നോണം. അപ്പം വിറ്റാമിൻസിനെ കുറിച്ച് കോമൺ ആയിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കിട്ടിയപ്പോൾ വിറ്റാമിൻസ് പഠിച്ചിരിക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് കാർബൺ. താഴെ പറയുന്നതിൽ ഏതാണ് നമ്മുടെ കാർബണിന്റെ ഫോം അല്ല? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് കാർബൺ. കാർബണിന്റെ ഫോം അല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് സിമ്പിൾ ആയിട്ട് പറയാനുള്ളതേ ഉള്ളൂ. നമുക്കറിയാം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യമാണ്. കാർബണിന്റെ ഒരു മെയിൻ കാർബൺ കമ്പോണന്റ് ഉള്ള സാധനമാണ് ഗ്രാഫൈറ്റ്. അതുപോലെ ഡയമണ്ട്,
ദെൻ ചാർക്കോൾ കാർബൺ കണ്ടന്റ് ഉള്ളതാണ്, സൂട്ടും കാർബൺ കണ്ടന്റ് ഉള്ളതാണ്. എന്നാൽ ഇതിനകത്ത് ഈ ഫോം ഓഫ് കാർബൺസ് ആണ് ഗ്രാഫൈറ്റ്, ചാർക്കോൾ, സൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ പറയുന്ന ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അറിയാവുന്ന ചോദിച്ചിട്ടുണ്ട്, ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ഉപയോഗിക്കും. താഴെ പറഞ്ഞ എന്താണ് അത് എപ്പോഴും ഓർത്തണം, ഗ്രാഫൈറ്റ് ആണ് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മുടെ ചോദ്യം കാർബണിന്റെ ഫോം അല്ലാത്തത് ഏതാണെന്നാണ്. അത് സ്വാഭാവികമായിട്ടും ആൻസർ വരുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് അയണിന്റെ ഓറാണ്, ഓർ ഓഫ് അയൺ ആണ് ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് കൂടാതെ ലിമനൈറ്റ്, സിഡറൈറ്റ്, അതുപോലെ തന്നെ അയൺ പൈറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മാഗ്നറ്റൈറ്റ്. ഇതൊക്കെ നമ്മുടെ അയണിന്റെ ഓർസ് ആണ്. ഓക്കെ, അപ്പം ഓർത്തിരുന്നോണം, അയണിന്റെ ഓർസ് ആണ് ഹേമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. അത് കാർബണിന്റെ കണ്ടന്റ് ഇല്ല, അത് വേറെയാണ്. സോ സൂട്ട്, കാർക്കോൾ, ഗ്രാഫൈറ്റ് ഒക്കെ കാർബൺ. അപ്പൊ ചോദ്യം നോട്ട് എ ഫോം ഓഫ് കാർബൺ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ വരുന്നത് ഹേമറ്റൈറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ക്ലിയർ ആണ്, മനസ്സിലാവും. Then അടുത്ത ക്വസ്റ്റ്യൻ, which of the following scale of temperature does not have negative value? നെഗറ്റീവ് വാല്യൂ ഇല്ലാത്തത് ഏതിനാണ് താഴെ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം, ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ് താഴെ, സെൽഷ്യസ്, ദെൻ ഫാരൻഹീറ്റ്, കെൽവിൻ, റീമർ, ഇതെല്ലാം ഈ പറയുന്ന ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ്. ഇതിന്റെ കൺവേർഷൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. C/100 is equal to F minus 32 by 180 is equal to K minus 273 by 100 is equal to R by 8. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ സ്കെയിൽ ഇക്വേഷൻ. ഇത് കാണാതെ പഠിച്ചു വെക്കണം, എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ഒരുപക്ഷെ കൺവേർഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ വരാത്തതാണ്. അപ്പൊ ഓർത്തോണം, അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അബ്സല്യൂട്ട് സീറോ സ്കെയിൽ എന്ന് പറയും. അത് 0 കെൽവിൻ ആണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണ്. ഈ 0 കെൽവിനിൽ ഫാരൻഹീറ്റിന്റെ വാല്യൂ -459.67 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെൽഷ്യസ് വാല്യൂ എന്ന് പറയുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പം മൈനസ് വാല്യൂ വരുന്നതാണ്. പക്ഷെ അവിടെ അപ്പോഴും കെൽവിൻ എന്താണ്, പോസിറ്റീവ് ആണ്. സെൽഷ്യസും ഫാരൻഹീറ്റും മൈനസ് ആണ്, പക്ഷെ കെൽവിൻ പോസിറ്റീവ്. അങ്ങനെയെങ്കിൽ കെൽവിൻ പോസിറ്റീവ് ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അപ്പം അബ്സല്യൂട്ട് സീറോക്കാളും താഴെ പറയണ്ട. അബ്സല്യൂട്ട് സീറോ ഓൾറെഡി നെഗറ്റീവ് വരാത്ത വാല്യൂ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ടെമ്പറേച്ചർ സ്കെയിലിൽ നെഗറ്റീവ് വാല്യൂ വരാത്ത ഏതായിരിക്കും, കെൽവിൻ സ്കെയിൽ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഓർത്തിരിക്കണം, നെഗറ്റീവ് വാല്യൂ വരാത്ത ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് കെൽവിൻ സ്കെയിലാണ്. ഓക്കെ, പിന്നെ ചോദ്യത്തിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്, നമുക്കറിയാം വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇത് 100 ഡിഗ്രി സെൽഷ്യസിനെ ഒന്ന് ഫാരൻഹീറ്റിൽ കൺവേർട്ട് ചെയ്ത് പറയാം. ഫാരൻഹീറ്റിൽ കൺവേർട്ട് ചെയ്ത് പറയാമെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനകത്തുനിന്ന് C/100 is equal to F minus 32 by 180 എന്ന് എടുക്കുക. ഓക്കെ, സിയുടെ വാല്യൂ 100/100 എന്ന് വരും. സിയുടെ വാല്യൂ 100 അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, then is equal to F minus 32 by 180. ഓക്കെ, ഇവിടെ 1 എന്ന് വരും. സോ F minus 32 is equal to 180 എന്ന് വരും. സോ F is equal to 180 plus 32 എന്ന് വരും, which is 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, അത് 100 ഡിഗ്രി ഞാനിപ്പോ പറഞ്ഞോളൂ. ഇതുകൊണ്ട് 0 ഡിഗ്രി ചോദിക്കാം, ഏത് ടെമ്പറേച്ചർ ചോദിച്ചാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടറിന് ഏറ്റവും മാക്സിമം ഡെൻസിറ്റി കിട്ടുന്ന ടെമ്പറേച്ചർ അറിയാമായിരിക്കും, എത്ര, -4 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചറും വേണമെങ്കിൽ നമുക്ക് കെൽവിനിലോ ഫാരൻഹീറ്റിലോ റേമറിലോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ ചോദിക്കാം. എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇതാണെന്ന് ഓർത്തിരിക്കണം. ആ ഇക്വേഷൻ വെച്ച് വേണം ചെയ്യാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് ഓഫ് ആൻ അലോയ് ഓഫ്. എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ NCERT ടെക്സ്റ്റിലെ ഫിസിക്സിലെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് സാധനം കൂടിയാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ എന്തിനു ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂസ് വയർ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിട്ടുള്ള വയറാണ് ഫ്യൂസ് വയർ. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അധിക കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഹൗസ് ഹോൾഡ് ആപ്ലിക്കൻസിൽ വരികയാണെങ്കിൽ ഈ ഫ്യൂസ് വയർ ഉരുകുകയും മെൽറ്റിംഗ് പോയിന്റ് കുറവായത് കാരണം അത് ഉരുകുകയും അങ്ങനെ കറണ്ട് കട്ട് ആവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തെ മൊത്തം രക്ഷിക്കുന്നതാണ്, സേഫ് ആയിട്ട് കരുതുന്ന സാധനമാണ് ഫ്യൂസ് വയർ. ഓക്കെ, അപ്പം ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഓർത്തിരുന്നോണം, ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്, ടിൻ ആൻഡ് ലെഡ്. അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ പ്യുവർ ഫ്യൂസ് എന്ന സാധനമുണ്ട്, പ്യുവർ ഫ്യൂസ്. അത് എന്തിന്റെ കമ്പോണന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ടിൻ മാത്രം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അലോയ് ആണ്, അല്ലെങ്കിൽ അലോയ് എന്ന് പറയുമ്പോൾ ടിൻ മാത്രം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് പ്യുവർ ഫ്യൂസ് എന്ന് പറയുന്നത്. ടിൻ എന്ന് പറഞ്ഞാൽ SN അല്ലെ, SN വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കൂടാതെ
ടിന്നും കോപ്പറും കൂടി മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ടിൻ 70%, കോപ്പർ 30% മിക്സ് ചെയ്താൽ കിട്ടുന്ന അലോയെ വിളിക്കുന്ന പേര് എല്ലാവർക്കും അറിയാം, ബ്രോൺസ്. അതാണ് ബ്രോൺസ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത് ബ്രോൺസ്. നമ്മൾ കുറച്ചേറെ ടോപ്പിക്സ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രിയും വന്നിട്ടുണ്ട്, ബയോളജിയും വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ ഫ്യൂസ് ഫയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. തൊട്ട് മുമ്പിൽ പറഞ്ഞ എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോൾ ക്വസ്റ്റ്യൻ മാത്രമല്ല ഡിസ്കസ് ചെയ്തത്, അവിടെ വേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതിയിട്ട് അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ നന്നായിരിക്കും. നമുക്ക് RRB പോലുള്ള എക്സാംസിനൊക്കെ സ്മോളർ ലെവൽ തൊട്ട് അങ്ങ് ഹയർ ലെവൽ വരെ ചോദിക്കും. ഇപ്പം ലെവൽ വരെ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അത്രയും കൊണ്ട് നിർത്തുകയാണ്. അപ്പം എല്ലാം നന്നായിട്ട് പഠിക്കുക. പോർഷൻസ് എല്ലാം വീണ്ടും നമ്മളോട് വീണ്ടും ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം ഇതിനെ എടുക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.